ഒരു കാര്യം അറിഞ്ഞായിരുന്നോ? ട്രംപിന് നോബൽ പീസ് പ്രൈസ് കൊടുക്കണമെന്ന് കംബോഡിയ, ഇസ്രയേൽ പറഞ്ഞു കഴിഞ്ഞു, പാകിസ്ഥാൻ പറഞ്ഞു കഴിഞ്ഞു, അപ്പൊ അടുത്ത് കംബോഡിയ വന്നിരിക്കുകയാണ് മുമ്പോട്ട്. എന്ത് തോന്നുന്നു? ട്രംപിന് കൊടുക്കണം? വെറുതെ കിട്ടുന്ന സാധനമാണെങ്കിൽ കൊടുത്തേ. ട്രോഫി കൊടുത്തേക്കാം. 79 വയസ്സായ വല്യപ്പന് വയസ്സാം കാലത്ത് എന്തെങ്കിലും ഒരു ബുദ്ധി തോന്നിയാൽ അത് സാധിച്ചു കൊടുക്കേണ്ടത് ഈ ചാവാക്കുഴി കുഞ്ഞുങ്ങളുടെ മനസ്സായിരിക്കും. അല്ല, ഈ ചാവാക്കുഴി കാലം നീട്ടിയിരിക്കുന്ന അപ്പാപ്പന്മാർ എന്തെങ്കിലും പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കണമെന്നാണ്. ഈ പറഞ്ഞ കൺട്രീസിന് ശരിക്കും പറഞ്ഞാൽ നോബൽ പീസ് പ്രൈസ് എന്തിനാണ് കൊടുക്കുന്നതെന്നുള്ളത് അറിയാഞ്ഞിട്ടാണ് ഈ പറയുന്നത്. അതിപ്പോ പാകിസ്ഥാനും അറിയില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അസീമിനെ വിളിച്ച് കുറച്ച് ചോറും കോഴിക്കാലും ഒക്കെ കൊടുത്തപ്പോ ജാവപ്പെട്ടിയാ. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോ, പക്ഷെ വൈറ്റ് ഹൗസ് ഇത് അംഗീകരിച്ചു തരുന്നില്ല. വൈറ്റ് ഹൗസ് വക്താവ് പറഞ്ഞത് കേട്ടായിരുന്നു. അവര് പറഞ്ഞത് ഇങ്ങനെയാണ്: ട്രംപ് ഇത് അർഹിക്കുന്നു. നോബൽ സമ്മാനം, സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ട്രംപ് അർഹിക്കുന്നു. അതായത് എരന്ന് വാങ്ങുക എന്നൊക്കെ പറയുന്നു. അതിങ്ങ് തരൂ. ഈ വൈറ്റ് ഹൗസ് വക്താവ് പറഞ്ഞാൽ ട്രംപിന്റെ സ്പോക്ക് പേഴ്സൺ ആണല്ലോ. അത് പക്ഷെ എന്താ പറഞ്ഞത് അറിയോ? അതെ, 6 മാസം ആയിട്ടേ ഉള്ളൂ കേറിയിട്ട്. ഓരോ മാസം ഓരോ സമാധാന കരാറാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ട്രംപ്. അപ്പൊ അടുത്ത മാസം യുദ്ധം ഇല്ലെങ്കിൽ ട്രംപ് ഡെസ്പാവും. യുദ്ധം ഉണ്ടാക്കും, എങ്ങനെയെങ്കിലും ഉണ്ടാക്കും. 4 വെടിയുണ്ട ഇറാനിലേക്ക് ഇട്ട അവന്മാര് ചുമ്മാ ഇരിക്കൂല. അവന്മാര് ഇസ്രായേലിലേക്ക്. ലോകത്തിന് മുഴുവനും താരീഫ് കൊണ്ട് വെറുപ്പിച്ച ട്രംപിന് ഇപ്പൊ നോബൽ പീസ് പ്രൈസ് കിട്ടണം. ആര് കൊടുക്കും? അല്ല, ധന്യ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട് കേട്ടോ. അതായത് പുള്ളി ഈ നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടി യുദ്ധം സ്പോൺസർ ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോ ഉണ്ടാവും. ഇപ്പൊ ഇറാനെ കൊണ്ട് ഇസ്രായേലിനെ കൊണ്ട് ഇറാനെ ആക്രമിപ്പിക്കുന്നു, മറ്റേ യുക്രൈനെ കൊണ്ട് റഷ്യ ആക്രമിപ്പിക്കുന്നു. എന്നിട്ട് അതൊക്കെ കോംപ്രമൈസ് ചെയ്തിട്ട് ആ സമ്മാനം എനിക്ക് തരും. ഞാൻ തന്നെ അടിയുണ്ടാക്കും, ഞാൻ തന്നെ സമാധാനിപ്പിക്കും, എന്നിട്ട് ഞാൻ തന്നെ അതിന്റെ അവാർഡും വാങ്ങും. ഇത്ര ബുദ്ധി. അല്ല, രസകരം എന്തെന്നാൽ ഈ ട്രംപ്, അതായത് ഈ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയ, അതായത് നമ്മൾ യുഗപുരുഷന്മാരെന്നൊക്കെ വിശേഷിപ്പിക്കേണ്ട ആ പദവിയിലുള്ള നിരവധി പേർക്കുണ്ട്. അവരുടെ പേര് പറഞ്ഞാൽ തന്നെ അറിയാം. അവർ നൽകിയ സംഭാവനകളെ കുറിച്ച് ചർച്ചയെ വേണ്ട. അവരുടെ പേര് പറഞ്ഞാൽ തന്നെ അറിയാം അവരിത് അർഹിക്കുന്നു എന്നുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ നെൽസൺ മണ്ടേല, മദർ തെരേസ, മാർട്ടിൻ ലൂതർ കിങ്, ഇനി റെഡ് ക്രോസ്, യൂണിസെഫ്, UN, പിന്നെ അതേപോലെ ഇനി പുതിയ തലമുറയെ പറയുകയാണെങ്കിൽ മലാല യൂസഫ്സായ്, ആങ് സാൻ സ്യൂക്കി, പിന്നെ ഇവരുടെ നർഗീസ് മുഹമ്മദി എന്ന് കേട്ടിട്ടുണ്ടോ? അവര് ഇറാനില് സ്ത്രീകളുടെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീ. അതെ, ഹിജാബിന് വേണ്ടിയിട്ട്. അതെ, അതായത് ഇറാനിൽ ഈ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ പൊതുമധ്യത്തിൽ ഇറങ്ങാത്തൊരു വിഭാഗമാണ്, അല്ലെങ്കിൽ അവരെ അവിടെ അടിച്ചമർത്തി വെച്ചേക്കുന്നത്. അപ്പൊ അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അപ്പൊ ഇവർക്കൊക്കെയാണ് ഈ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കൊടുത്തത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നെൽസൺ മണ്ടേല, മദർ തെരേസ, മാർട്ടിൻ ലൂതർ, ആ പട്ടിക എഴുതുമ്പോൾ ഏറ്റവും അവസാനം ഡൊണാൾഡ് ട്രംപ്. കറക്റ്റാ. നമ്മൾ ഇഞ്ചി, മാങ്ങ, പിന്നെ നാരങ്ങ, മറ്റേ എല്ലാ കറികളും വെച്ചിട്ട് നമ്മളിങ്ങനെ ചോറുണ്ണായിരിക്കും. നമുക്ക് നല്ല വിഭവങ്ങളാണ് എല്ലാം. നല്ല പാചകക്കാരൊക്കെ വെച്ച് നല്ല വിഭവങ്ങൾ. തൊട്ടടുത്ത് കുറച്ച് കോഴി കഷ്ണം. അതാണ് ട്രംപ്. പിന്നെ അത് കഴിക്കാൻ പറ്റും. അതുപോലെ ഞാൻ ഒന്നുകൂടി പറയാം. ഈ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടാനുള്ള യോഗ്യതാ മാനദണ്ഡം ഉണ്ടല്ലോ. അതായത് യുദ്ധം അവസാനിപ്പിക്കുക, നിരായുധീകരണത്തെ പ്രോത്സാഹിപ്പിക്കുക, ഏതെങ്കിലും ഒരു സംഘർഷാന്തരീക്ഷം ഉണ്ടെങ്കിൽ അതിൽ ലഘൂകരിക്കുക, മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, ഇതൊക്കെയാണ്. ട്രംപ് ഇതിനു മുമ്പും ഒന്ന് അധികാരത്തിൽ വന്നതായിരുന്നു. അന്ന് അവിടുന്ന് പിടിച്ചിറക്കി വിട്ട പോലെ വിട്ടത്, എന്നിട്ടും പോകാൻ കൂട്ടാക്കിയില്ല. അവിടെ രാജ്യ തലസ്ഥാനത്ത് വൻ കലാപം ഉണ്ടാക്കി വിട്ട ആളാണ് ഇപ്പൊ സമാധാനത്തിന്റെ വെള്ളരിപ്രാവ്. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടാണ്. കാര്യം ഏറ്റവും വലിയ സമ്പന്ന രാഷ്ട്രം, ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം, ഏറ്റവും വലിയ സൈനിക ശേഷിയുള്ള രാഷ്ട്രം എന്ന് അവകാശപ്പെടുന്ന അമേരിക്കയിൽ അവിടുത്തെ മുൻ പ്രസിഡന്റ് രാജ്യത്ത് കലാപം അഴിച്ചുവിടുകയാണ്. ഞാനാണ് യഥാർത്ഥത്തിൽ ജയിച്ചത്, ബൈഡൻ അല്ല, ഞാനാണ് ജയിച്ചത് എന്നും പറഞ്ഞിട്ട് കലാപം. അമേരിക്കയിൽ പോലും സമാധാനം ഇല്ല, എന്നിട്ടാണ് ബാക്കി കൊടിയും പിടിച്ചിട്ട് വെള്ളക്കൊടിയും പിടിച്ചത്. അതല്ല, ഇപ്പൊ ഈ ട്രംപിന് വേണ്ടിയിട്ട് അവാർഡ് കൊടുക്കണമെന്ന് ശുപാർശ ചെയ്ത ആരൊക്കെ? ഒന്ന് ഇസ്രയേല് ശുപാർശ ചെയ്തില്ലെങ്കിൽ നാളെ ഇസ്രയേൽ ഇല്ല. പിന്നെ കൊടുത്തതാരാ? പാകിസ്ഥാനും അസീം മുനീറും. അത് പ്രത്യേകം പറയണം. അസീം മുനീറിന്റെ കാര്യം പ്രത്യേകം പറയാം. നേരത്തെ പറഞ്ഞതല്ല, പാകിസ്ഥാൻ വിത്ത് അസീം മുനീർ അല്ലേ? അസീം മുനീറിന് പ്രത്യേക താല്പര്യമുണ്ട്. അപ്പൊ പാകിസ്ഥാൻ അല്ല, അസീം മുനീറാണ് പറഞ്ഞത് ഡൊണാൾഡ് ട്രംപിന് കൊടുക്കണം. കംബോഡിയ, അതിന്റെ വൈസ് പ്രസിഡന്റ് ആണ് പറഞ്ഞത്. അതെ, അത് ഇപ്പൊ കംബോഡിയ പറഞ്ഞതായിട്ട് തന്നെ കണക്കാക്കണം. ഈ രാജ്യങ്ങളുടെ പ്രൊഫൈൽ എന്ന് നോക്കിക്കേ.
ഇസ്രായേൽ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു നിഴലാണ്. അതെ. അതായത് അമേരിക്ക, സ്ട്രോങ് നേഷൻ. അതെ, അമേരിക്ക ഓ എന്ന് പറഞ്ഞാൽ ഓ അംബ്ര എന്ന് പറയുന്ന ആളാണ് ഇസ്രായേൽ. പക്ഷെ അവര് സൈനികമായും സാമ്പത്തികമായും കുറച്ചുകൂടി ബലമുള്ള ഒരു രാഷ്ട്രമാണ്. ഈ പാകിസ്ഥാൻ എന്താ അവിടെ കാര്യം? ചന്തയ്ക്ക് പോയതുപോലെ പാകിസ്ഥാൻ കംബോഡിയ, ഈ രാജ്യത്തെ കുറിച്ച് നമ്മൾ കേൾക്കുന്നപ്പോൾ എന്തെങ്കിലും വാർത്തകൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സജീവമായി ചർച്ച ചെയ്യുന്ന ഒരു രാഷ്ട്രം പോലും അല്ല കംബോഡിയ. ഇപ്പൊ ലോകത്ത് സജീവമായി ഇടപെടുന്ന രാഷ്ട്രങ്ങളൊന്ന് അമേരിക്ക, റഷ്യ, ചൈന, ഇന്ത്യ, ഗൾഫ് രാജ്യങ്ങൾ, UAE, ഖത്തർ, അതേപോലുള്ള രാഷ്ട്രങ്ങൾ. ഇതൊക്കെയാണ് സാധാരണ. ഇപ്പൊ മുസ്ലിം രാഷ്ട്രങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഈജിപ്ത് അല്ലെങ്കിൽ തുർക്കി, ഇതൊക്കെയാണ് സജീവമായി എപ്പോഴും വാർത്താ പ്രാധാന്യം നേടുന്ന അല്ലെങ്കിൽ ലോകക്രമത്തെ നിയന്ത്രിക്കുന്ന വൻ രാഷ്ട്രങ്ങൾ ഇതൊക്കെയാണ്. ഈ കംബോഡിയയും പാകിസ്ഥാനും ഒക്കെ അതിൽ വല്ലതിലും വരുമോ? വാർത്താ പ്രാധാന്യം നേടും കേട്ടോ. അത് വല്ലതൊക്കെ ബോംബ് പൊട്ടിക്കുന്നതിന്റെ പേരിലല്ലേ? അതല്ലാണ്ട് ലോകത്തിന്റെ പൊതു നന്മയ്ക്ക് വേണ്ടി ഇവർ എന്ത് സംഭാവന നൽകിയിട്ടുള്ളത്? ഇപ്പൊ കംബോഡിയ ലോകത്തിന്റെ പൊതു നന്മയ്ക്ക് വേണ്ടി അവർ നൽകുന്ന സംഭാവന ട്രംപിന് നൊബേൽ സമ്മാനം കൊടുക്കുക എന്നുള്ളത്. അതോടുകൂടി പുള്ളി അടങ്ങിയിരിക്കുന്നു. ഏതായാലും ഈ കംബോഡിയ ഇപ്പോ ട്രംപിന് നൊബേൽ സമ്മാനം കൊടുക്കണമെന്ന് പറയുന്നതിന്റെ കാരണം അവര് തായ്ലൻഡുമായിട്ട് ചെറിയൊരു യുദ്ധം നടത്തി. അവർ തമ്മിലൊരു അതിർത്തി തർക്കമായിരുന്നു. ഇപ്പൊ രണ്ട് രാഷ്ട്രങ്ങൾക്കും അമേരിക്ക പ്രിയപ്പെട്ടതാണ്, അമേരിക്കയുടെ ഔദാര്യം പറ്റുന്നവരാണ്. അതുകൊണ്ട് ട്രംപ് പറഞ്ഞാൽ കേൾക്കണം. എന്നാൽ വേറെ ചില യുദ്ധങ്ങൾ ട്രംപ് കോംപ്രമൈസ് ചെയ്തെന്ന് പറയുന്നത്, അതായത് ഈജിപ്ത്, എത്തോപ്യ, റുവാണ്ട, കോങ്കോ, ഇതൊക്കെ, അതായത് എത്തോപ്യ എന്നൊക്കെ പറയുന്നത് ഒരു ആഫ്രിക്കൻ രാജ്യമാണ്, ദരിദ്ര രാഷ്ട്രമാണ്. അപ്പൊ അവർക്ക് ട്രംപിന്റെ ആജ്ഞ അനുസരിക്കാതല്ലാണ്ട് നിർവാഹമില്ല. പക്ഷെ ട്രംപ് എന്തുകൊണ്ട് റഷ്യ ഉക്രൈൻ സംഘർഷം പരിഹരിക്കുന്നില്ല? എന്തുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ പുള്ളി അവകാശവാദം ഉന്നയിച്ച് ചീറ്റിപ്പോയില്ലേ? എന്തുകൊണ്ടാ നടക്കൂല? റഷ്യയുടെ മുമ്പേ ഇന്ത്യയുടെ മുമ്പേ അയാളുടെ ഒരു കളി നടക്കൂല. അല്ല, വ്ളാഡിമിർ പുടിൻ എന്ന് പറയുന്നത് രണ്ട് നേഷനാണ്, എക്കണോമിക്കലി ഓൾസോ. അതെ, അതായത് നമ്മുടെ കിരീടം സിനിമയിലെ മറ്റേ ഹൈദ്രോസ് ഇല്ലേ, ഇങ്ങനെ ബലം പിടിച്ചൊക്കെ എടുത്തു വെച്ച് ഓടിക്കളെ എന്ന് പറയുന്നാല് വലിയൊരാള് വരുമ്പോ ഇപ്പൊ മോദിയുടെ മുമ്പിലോ പുത്തിൻ്റെ മുമ്പിലോ ചെന്ന് കഴിഞ്ഞാൽ ട്രംപിന് മുട്ടിടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് അവരുടെ അടുത്ത് ഈ വേലയും പഠനയൊന്നും നടക്കില്ല. അപ്പൊ മൊത്തത്തിൽ അങ്ങ് പറഞ്ഞു, ആ കുഞ്ഞിന്റെ അച്ഛൻ ഞാനാണ്, ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം പരിഹരിച്ചത് ഞാനാണെന്ന് അവകാശപ്പെടുകയാണ്. പക്ഷെ മോദി നേരിട്ട് വിളിച്ച് അതിൽ അതൃപ്തി കൃത്യമായി പറഞ്ഞു കൊടുത്തത്. ഏതാണ്ട് 30 മിനിറ്റാണ് പറഞ്ഞത്. വിദേശകാര്യ മന്ത്രാലയം അതിലെ കാര്യങ്ങൾ മാത്രമേ പുറത്തുവിട്ടു. എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഇതുവരെ അത് രണ്ടുപേർക്കും മാത്രമേ. അല്ല, വേറെ കുഴപ്പമുണ്ട് കേട്ടോ. മോദിക്ക് ദേഷ്യം വന്ന മിക്കവാറും ഒന്നെങ്കിൽ ഗുജറാത്തിലോ ഹിന്ദിയിലോ ചീത്ത വിളിക്കുന്നുണ്ട്. ട്രംപിന് മനസ്സിലാകില്ല. അങ്ങനെ ട്രംപ് ചിലപ്പോ രക്ഷപ്പെട്ടിട്ടുണ്ടാവും. അല്ല, അത് മാത്രമല്ല, ഇയാളുടെ ഈ കുൽസിത കഥകളുണ്ടല്ലോ, ഇതും കൂടെ ഇപ്പൊ പുറത്തു വന്ന് MB ചെയ്യേണ്ടി വരത്തില്ലേ? അതെ, അതായത് ഈ പേഴ്സണാലിറ്റി ആയിരിക്കണം ഇങ്ങനത്തെ ഓരോ അവാർഡ് കിട്ടാൻ, അല്ലേ? തീർച്ചയായിട്ടും അതിനുള്ള അർഹത വേണ്ടേ? സ്വയം ഒന്ന് തോന്നണ്ടേ എനിക്ക് അതിനുള്ള അർഹത ഉണ്ടോ എന്ന്? അയാൾക്ക് സ്വയം തോന്നുന്നുണ്ട്, അതാണ് പ്രശ്നം. അയാൾക്ക് സ്വയം തോന്നുന്നുണ്ട് അയാൾക്ക് നോബൽ പീസ് പ്രൈസ് കിട്ടിയേ പറ്റുമെന്ന്. അല്ലെങ്കിൽ അയാൾ എങ്ങനെ ഇങ്ങനെ അവകാശം പറയും, ഞാനാണ് ഇതിന്റെ ഇടയിൽ പെട്ടത്? പാകിസ്ഥാന്റെ ആ ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാര്യം ലോകം മുഴുവൻ അറിയാന്നുള്ളതാണ്. എന്നിട്ടും കൂടി അയാള് പറയില്ല. ഇതിപ്പോ കോൺഗ്രസ് ആണ് ഭരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസ് ഒപ്പിട്ട് കൊടുത്താനെ സാധ്യതയുണ്ട്. കാര്യം മുൻ സർക്കാരുകളുടെ നിലപാട് അമേരിക്കക്ക് വിധേയപ്പെട്ട് നിൽക്കുക എന്നുള്ളതായിരുന്നു. അതിപ്പം ഇന്നലെ തന്നെ ഇല്ലേ ഡെഡ് എക്കോണമി എന്ന് അയാൾ പറഞ്ഞു. നമ്മുടെ അല്ല, ഈ ട്രംപിന്റെ അർഹതയെ കുറിച്ച് ചോദിച്ചില്ലേ, ഒരു അർഹതയുടെ കഥ പറയാം, കേൾക്കാൻ ചിലപ്പോ പ്രശ്നം ഉണ്ടാകും, എന്നാലും പറയാം. അതായത് ഈ ജെഫ്രി എപ്സ്റ്റീൻ എന്നും പറഞ്ഞ ട്രംപിന്റെ ഒരു ഉറ്റ സുഹൃത്തുണ്ട്. ട്രംപും അയാളുമായിട്ട് ഉറ്റ ചങ്ങാതി, രണ്ടുപേരും ബിസിനസ്സുകാരായിരുന്നു. ഇവർക്കൊരു ബലഹീനതയുണ്ട്. ചെറിയ പെമ്പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ ഇവർ കൂട്ടിക്കൊണ്ടു പോകും. അവർക്ക് വലിയ വലിയ വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കും, പൈസ കൊടുക്കും, എന്നിട്ട് ഇവരെ ലൈംഗികമായി ഉപയോഗിക്കും, ഇവർക്ക് വേണ്ടപ്പെട്ടവർക്ക് കാഴ്ചവെക്കും. അത് സംബന്ധിച്ച് ചില രഹസ്യരേഖകൾ പലരുടെ കയ്യിൽ ഉണ്ടത്രേ. അത് ഒരാള് ഇലോൺ മസ്ക് ആണ്. അയാൾ ഇപ്പൊ പൊട്ടിക്കും എന്ന് പറഞ്ഞ് നടക്കുന്നതാണ്. അപ്പൊ അതെങ്ങാനും പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രംപ് അടപടലം നാളും ചിലപ്പോൾ അയാളെ ഇംപീച്ച് ചെയ്തെന്നും ഇരിക്കും. അതിൻ്റെ ഇടയിലാണ് പുള്ളി ഈ അങ്ങനെ പോണതിന് മുമ്പ് ഒരു പീസ് പ്രൈസും കൊണ്ട് പോവാ എന്തെങ്കിലും ഒരു. ഈ പീസ് പ്രൈസിന് ഞങ്ങളുടെ നാട്ടിൽ വേറെ അർത്ഥമുണ്ട് കേട്ടോ, പറയാൻ പറ്റൂല. ഏതായാലും പുള്ളിയുടെ താരിഫ് പ്രഖ്യാപിച്ചൊരു ദിവസം കൂടിയാണ്. അതായത് പ്രതികാര ചുങ്കം. ഇന്ത്യ അതിനെ നേരിടും എന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം വേണമെങ്കിൽ അങ്ങ് തന്നേക്കാം, ഒന്ന് അടങ്ങി ഇരുന്നാ മതിയായിരുന്നു. അതെ, സമാധാനം കിട്ടിയാ മതിയായിരുന്നു. സമാധാനം തരാത്ത ഒരുത്തന് സമാധാനത്തിന് നൊബേൽ സമ്മാനം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.